തരട്ടെ. അപ്പൊ ഉസ്താദ് എത്ര പള്ളികളാണ് ഉസ്താദ് ഉണ്ടാക്കി. നേരത്തെ ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ കോഴിക്കോട്ട് അങ്ങാടിയിലെ മർക്കസ് പള്ളി അത് ഒന്ന് കബൂൽ ചെയ്താൽ മതി അള്ളാഹു ഉസ്താദിന് എന്ന് പറഞ്ഞു. ഒന്ന് കബൂൽ ചെയ്താൽ മതി, ബാക്കിയൊക്കെ കബൂൽ ചെയ്യാണ്ട് അതൊന്ന് കബൂൽ ചെയ്ത് കിട്ടിയാൽ തന്നെ സുബ്ഹാനല്ലാഹ്. എന്താണ് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്, ഞാനിപ്പോ ഉസ്താദിന്റെ നാടും കൂടി ആയതുകൊണ്ടെന്ന് പറയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പഠിച്ച സ്ഥാപനമുണ്ട് മഞ്ചേരി ജാമിയ ഹിക്കമിയ, ഷെയ്ഖുന മുഹയ്യുസുന്ന പൊന്മള ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദിന് ഇപ്പൊ പഴയ പോലെ ആ പഴയ ആരോഗ്യമൊന്നുമില്ലല്ലോ, അള്ളാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അവരുടെയൊക്കെ തണല് ദീർഘകാലം നിങ്ങൾക്ക് ആഫിയത്തോടുകൂടെ നിലനിർത്തി തരട്ടെ. അപ്പൊ അവിടുന്ന് ഉസ്താദ് നമ്മുടെ ഉസ്താദിന്റെ കർണാടകയിലെ ശിഷ്യന്മാരുടെ മാത്രം ഒരു സംഘമാണ്. നമ്മൾ വർഷത്തിലൊരിക്കൽ മുഹറമിന്റെ തുടക്കത്തിൽ നമ്മളൊന്ന് കൂടും അവിടെ. അപ്പൊ അത് ഇന്നായിരുന്നു പകല്. അപ്പൊ അവിടെ പോയി ആ സംഗമത്തിൽ ഉസ്താദ് കാര്യമായി പറഞ്ഞത് വേറൊന്നുമല്ല, ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ. ഉസ്താദിനെ പറയാൻ തന്നെ കഴിയണില്ല, അത്രയും തായ്ബാനാണ്, ക്ഷീണിതനാണ്. എന്നിട്ട് പോലും ഞങ്ങളോടൊക്കെ ഉസ്താദ് കാര്യമായി പറഞ്ഞ കാര്യം, നിങ്ങളോട് എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ സുൽത്താനുൽ ഉലമയുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കണം. ഉസ്താദിന് വിഷമമുണ്ടാക്കുന്ന ഒരു ഇടപെടലോ ഒരു വാക്കോ ഒരു പ്രവർത്തനമോ, ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന് വിഷമമുണ്ടാക്കുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് ഞങ്ങളോടൊക്കെ ഇന്ന് കാര്യമായി പറഞ്ഞത് അതാണ്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞ അതേ വാചകം അപ്പടി പറയുകയാണെങ്കിൽ ഉസ്താദ് അവിടുന്ന് പറഞ്ഞതെന്നറിയോ, ഇത്രയും വലിയ വാഫിറായ ഹല്ല് അള്ള കൊടുത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ആരാ പറയാ? ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദിനെ കുറിച്ച് പറയാണ് മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ്. ഇത്രയും വലിയ വാഫിറായ ഹല്ല് എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ഭാഗ്യം അള്ള കൊടുത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അവിടുന്ന് പറയാണ്. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ പറയുന്നു, വലിയ ബറക്കത്ത് അല്ലാഹു തആല മഹാനവരുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശേഷം മൂന്നാമതായിട്ടൊരു വാക്ക് പറയാണ്, ഞാനൊക്കെ ഉസ്താദിന്റെ ദർസിൽ, മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ് പറയാണ്, ഞാനൊക്കെ സുൽത്താനുൽ ഉലമയുടെ ദർസിൽ ഓതിപ്പടിച്ച ഒരു മുതഅല്ലിമിന്റെ സ്ഥാനത്തെ ഞാനുള്ളൂ ഉസ്താദിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോ. പക്ഷെ ഉസ്താദ് എന്നോട് സംസാരിക്കണത്, ശൈഖുന എപി ഉസ്താദിനെ കുറിച്ച് പൊന്മള ഉസ്താദ് പറയാണ്, ഉസ്താദ് എന്നോട് സംസാരിക്കണത് ഞാനൊരു ഉസ്താദിന്റെ ശരീക്ക് എന്ന നിലക്കാണ് ഉസ്താദ് എന്നോട് സംസാരിക്കണത് തന്നെ. എന്നിട്ട് അവിടുന്ന് പൊന്മള ഉസ്താദ് പറഞ്ഞു, എന്താ കാരണം? എല്ലാവരെയും ഒന്ന് കൈപിടിച്ച് മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്, താഴ്ത്തിയിടുന്ന സ്വഭാവമല്ല. എല്ലാരും ഒന്ന് ഉയർന്നു വരണം. ഉയർന്നു വരുന്ന ആളുകളൊക്കെ ഒന്ന് ഒതുക്കി കളയാനല്ല നോക്കുക, ആ ഉയർന്നു വരുന്നവരൊക്കെ ഒന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന സ്വഭാവം, ആ സ്വഭാവമാണ് ഉസ്താദിനെ ഉന്നത ദർജയിലേക്ക് എത്തിച്ചത് എന്ന് അഭിവന്യരായ ഗുരുവര്യർ ശൈഖുന മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് ഇന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങളോട് പറയാണ്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളൊക്കെ സുൽത്താനുൽ ഉലമയുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കണം. എന്നിട്ട് ഉസ്താദ് രണ്ടാമതായി പറയാണ്, ഓരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ ഒരു ഇടപെടലോ ഒരു പ്രവർത്തനമോ എന്റെ കുട്ടികളായ ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ഞാൻ കേൾക്കരുത് ഒരാളെ കുറിച്ചും. അപ്പൊ ഞാൻ ഉസ്താദിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ ചെന്നു. അപ്പൊ കുറച്ചു നേരം ഉസ്താദിനോട് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, ഇന്ന് കാന്തപുരത്ത് വേളാണ്, ഞാന് ഇതവിടുന്ന് പറയുന്നു പറഞ്ഞു. അപ്പൊ എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അപ്പൊ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ പിന്നെ പൊന്മള ഉസ്താദിന് ക്ഷീണമൊന്നുമില്ല, ഭയങ്കര ക്ഷീണാണ്, വേണ്ടവർ സംസാരിക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, എങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞോട്ടെ, പറയണം, എനിക്കത് സന്തോഷമാണ് എനിക്കതിൽ എന്നർത്ഥം. ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ അങ്ങനെയാണ്. അല്ലാഹുവേ നീ രണ്ടുപേർക്കും നല്ല സന്തോഷം നൽകണം റഹ്മാനെ.